ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മളുടെ ക്രിസ്മസ് എക്സാം, അതായത് അർദ്ധവാർഷിക പരീക്ഷ ആവാനായി. അതിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ ടൈം ടേബിൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എക്സാമിൻ്റെ ടൈം ടേബിളാണിത്. സമയവിവര പട്ടിക LP UP എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ എക്സാമുകളാണ്, എന്നൊക്കെയാണ്, എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ടൈം ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 15ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്. 15/12/2025, അതായത് ഡിസംബർ 15 തുടങ്ങിയിട്ട് ഡിസംബർ 23 വരെയാണ് എക്സാമുകൾ കേട്ടോ. എല്ലാ ക്ലാസ്സിനും ഡിസംബർ 15 മുതൽ 23 വരെ. 23-ന് നിങ്ങൾക്ക് എക്സാമുകൾ കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം 1ാം ക്ലാസ്സിൻ്റെ നോക്കാം കേട്ടോ. 1ാം ക്ലാസ്സിൻ്റെ വരുന്നത്, 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 17ാം തീയതിയാണ്. 17ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു എക്സാം. 17/12/2025 ബുധനാഴ്ചയാണ് 1ാം ക്ലാസ്സിന് എക്സാം കേട്ടോ. ആദ്യത്തെ എക്സാം ഉദ്ഗ്രഥിതം 1 ആണ് 1ാം ക്ലാസ്സിന്. പിന്നെ വരുന്നത് 18ാം തീയതി ഉദ്ഗ്രഥിതം 2. ഓക്കെ, ഉദ്ഗ്രഥിതം 1ഉം ഉദ്ഗ്രഥിതം 2ഉം ആണ് 17ഉം 18ഉം. പിന്നെ 19ാം തീയതി വെള്ളിയാഴ്ച 1ാം ക്ലാസ്സിന് ഗണിതമാണ്. പിന്നെ അവർക്ക് 19 കഴിഞ്ഞ് 20ഉം 21ഉം, അതായത് ശനിയും ഞായറും ഇല്ല. തിങ്കളാഴ്ച 22/12/2025 ഇംഗ്ലീഷ്. തൊട്ടടുത്ത ദിവസം ചൊവ്വ 23/12/2025 എന്താണ്, അറബിക് അല്ലെങ്കിൽ സംസ്കൃതം. അപ്പോൾ 1ാം ക്ലാസ്സിൻ്റെ 17, 18, 19, 22, 23-നാണ് എക്സാമുകൾ. ഓക്കെ, ഇനി 2ാം ക്ലാസ്സിൻ്റെ എക്സാമുകൾ വരുന്നത്, 2ാം ക്ലാസ്സിൻ്റെ എക്സാം 17/12-ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 23-ന് അവസാനിക്കുന്നു. 17ാം തീയതി അറബിക് സംസ്കൃതം. 18ാം തീയതിയാണ് ഉദ്ഗ്രഥിതം 1, 19-ന് ഉദ്ഗ്രഥിതം 2. 22ാം തീയതി തിങ്കളാഴ്ച ഗണിതം, 23ാം തീയതി ചൊവ്വാഴ്ച ഇംഗ്ലീഷ്. ഇതാണ് 3ാം ക്ലാസ്സിന്. 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും 17-ന് തന്നെയാണ്. 3ാം ക്ലാസ്സിനും അടുത്തത് 3ാം ക്ലാസ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 3ാം ക്ലാസ്സിനും എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-നും 17ാം തീയതിയാണ് എക്സാം. 17ാം തീയതി ഇംഗ്ലീഷാണ്, രാവിലെയാണ് കേട്ടോ. ഫോർനൂൺ 10 മുതൽ 12 മണി വരെയാണ് എക്സാം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് എക്സാം വരുന്നത് 3ാം ക്ലാസ്സിന്. 17ാം തീയതി രാവിലെ ഇംഗ്ലീഷ്. 18ാം തീയതി രാവിലെ പരിസര പഠനം. 19ാം തീയതി അറബിക് അല്ലെങ്കിൽ സംസ്കൃതം. എല്ലാം രാവിലെ തന്നെയാണ്. 22ാം തീയതി 3ാം ക്ലാസ്സിന് ഗണിതമാണ്. 23 ചൊവ്വാഴ്ച ലാസ്റ്റ് പരീക്ഷ മലയാളം, തമിഴ്, കന്നഡ, ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. അടുത്തത് 4ാം ക്ലാസ്സിൻ്റെ ആണെങ്കിൽ 4ാം ക്ലാസ്സിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 17ാം തീയതി തന്നെയാണ്, ബുധനാഴ്ച. 17/12/2025 ആദ്യ എക്സാം മലയാളം എടുത്തവർക്ക് മലയാളം, തമിഴ് മീഡിയം, കന്നഡ മീഡിയത്തിന് അതായിരിക്കും എക്സാം കേട്ടോ. 4ാം ക്ലാസ്സിൻ്റെ രാവിലെ തന്നെയാണ്, 10 to 12:15. 17ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 18ാം തീയതിയാണ് എക്സാം. 18ാം തീയതി രാവിലെ ഫോർനൂൺ ഇംഗ്ലീഷാണ് 4ാം ക്ലാസ്സിൻ്റെ. 18ാം തീയതി വ്യാഴാഴ്ച രാവിലെയാണ് എക്സാം, ഇംഗ്ലീഷാണ്. 19ാം തീയതി രാവിലെ ഗണിതം. 22ാം തീയതി അറബി അല്ലെങ്കിൽ സംസ്കൃതം. അപ്പോൾ അറബിയും സംസ്കൃതവും ഇല്ലാത്തവർക്ക് അന്ന് എക്സാം ഇല്ല കേട്ടോ. 23ാം തീയതി പരിസര പഠനം. അപ്പോൾ ഇതാണ് 4ാം ക്ലാസ്സിൻ്റെ വരുന്നത്. അടുത്തത് 5ാം ക്ലാസ്സിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15ാം തീയതി തന്നെയാണ്. 5ാം ക്ലാസ്സിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 15/12/2025 തിങ്കളാഴ്ച. ആദ്യ എക്സാം രാവിലെയാണ്, 10 to 12:15. മലയാളം, അറബിക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു. നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണ് അതായിരിക്കും നിങ്ങളുടെ എക്സാം കേട്ടോ. അത് കഴിഞ്ഞാൽ 15 കഴിഞ്ഞാൽ 16ാം തീയതി ചൊവ്വാഴ്ച എക്സാം ഉണ്ട്, രാവിലെ ഇംഗ്ലീഷ്. 5ാം ക്ലാസ്സിന് രാവിലെ ഇംഗ്ലീഷ്. പിന്നെ 17ാം തീയതി ബുധനാഴ്ച ഫോർനൂൺ രാവിലെ തന്നെയാണ് ഹിന്ദി. 18ാം തീയതിയും എക്സാം ഉണ്ട്, വ്യാഴാഴ്ച അടിസ്ഥാന ശാസ്ത്രം. രാവിലെ അടിസ്ഥാന ശാസ്ത്രവും 18ാം തീയതി ഉച്ച കഴിഞ്ഞ് കല, പ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസത്തിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. പിന്നെ 19ാം തീയതി എക്സാം ഉണ്ട് 5ാം ക്ലാസ്സിന്, മലയാളം 2. മലയാളം സെക്കൻഡിൻ്റെ എക്സാം രാവിലെയാണ് 5ാം ക്ലാസ്സിന്. പിന്നെ വരുന്നത് 22ാം തീയതിയാണ്. 22 തിങ്കളാഴ്ച ഗണിതമാണ് കേട്ടോ. 5ാം ക്ലാസ്സിന് രാവിലെയാണ് എക്സാം ഗണിതം.
പിന്നെ 23-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വരുന്നത് 5-ന് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് കേട്ടോ. അപ്പോൾ ഒരു എക്സാം മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം വരുന്നത്. പിന്നെ ഒരു 2 എക്സാം വരുന്നുണ്ട് കേട്ടോ. 18-ാം തീയതി 2 എക്സാമാണ്. ലാസ്റ്റ് എക്സാം സാമൂഹ്യശാസ്ത്രം ഉച്ചയ്ക്ക് ശേഷമാണ്. നോട്ട് ചെയ്യുക കേട്ടോ ആവശ്യമുള്ളവർ. പിന്നെ 6-ാം ക്ലാസ്സാണ്. 6-ാം ക്ലാസ്സിന് 18-ാം തീയതി എക്സാം ഉണ്ട്. 18-ാം തീയതി ഏതാ എക്സാം? 18-ാം തീയതി മലയാളം സെക്കൻഡാണ്, രാവിലെ തന്നെയാണ്. പിന്നെ നമുക്ക് 18 കഴിഞ്ഞാൽ അടുത്ത ദിവസം എക്സാം ഉണ്ട്. 15-ാം തീയതി. അത് കഴിഞ്ഞാൽ 16-ന് ഹിന്ദി, രാവിലെ ഹിന്ദിയാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ 15-നും 16-നും ഉണ്ട്. ശേഷം 17-ാം തീയതി ഇംഗ്ലീഷാണ് കേട്ടോ. 17-ാം തീയതി ഇംഗ്ലീഷ് വരുന്നുണ്ട്. പിന്നെ 18-ാം തീയതി ഗണിതം. പിന്നെ 18 കഴിഞ്ഞാൽ 19-ന് അടിസ്ഥാന ശാസ്ത്രം. 20-ഉം 21-ഉം ഇല്ല. 22-ന് സാമൂഹ്യശാസ്ത്രം വരുന്നുണ്ട്. 22 തിങ്കളാഴ്ചയാണ്, അന്ന് സാമൂഹ്യശാസ്ത്രം. ലാസ്റ്റ് 23-ാം തീയതി മലയാളം, അറബിക്ക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു. 6-ാം ക്ലാസ്സിനാണ് പറഞ്ഞത്. അടുത്തത് 7-നാണ്. 7-ാം ക്ലാസ്സിൻ്റെ പ്രത്യേകത രാവിലെ 15-ാം തീയതി തന്നെയാണ് എക്സാം തുടങ്ങുന്നത്. രാവിലെ എക്സാം ഇല്ല, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ 1:30 മുതൽ 3:45 വരെയാണ് എക്സാം കേട്ടോ. 1:30 മുതൽ 3:45 വരെയാണ്. മലയാളം, അറബിക്ക്, സംസ്കൃതം, തമിഴ്, കന്നഡ, ഉറുദു അതാണ് വരിക. അത് 15-ാം തീയതിയാണ്. ശേഷം 16-ാം തീയതി രാവിലെ കലാപ്രവൃത്തി, ആരോഗ്യ, കായിക വിദ്യാഭ്യാസം. ഉച്ചയ്ക്ക് ശേഷം, അതായത് 16-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 7-ാം ക്ലാസ്സിന് ഹിന്ദി എക്സാം ഉണ്ട്. 15, 16 ആയി. 17-ാം തീയതി രാവിലെ എക്സാം ഇല്ല. ഉച്ചയ്ക്ക് ശേഷം സാമൂഹിക ശാസ്ത്രമാണ്. 17-ാം തീയതി കണ്ടല്ലോ. 17-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സാമൂഹ്യ ശാസ്ത്രമാണ് 7-ാം ക്ലാസ്സിന്. പിന്നെ 18-ാം തീയതി രാവിലെ എക്സാം ഇല്ല. 18-ന് ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് ഉണ്ട്. 19-ന് രാവിലെ എക്സാം ഇല്ല. ഉച്ചയ്ക്ക് ശേഷം അടിസ്ഥാന ശാസ്ത്രമാണ്. 19-ാം തീയതി തന്നെയല്ലേ ഇതാ. 19 വെള്ളിയാണ്, അന്ന് ഉച്ചയ്ക്ക് ശേഷം അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് വരുന്നുണ്ട്. പിന്നെ 20-ഉം 21-ഉം എക്സാം ഇല്ല എന്നറിയാലോ. 22 തിങ്കളാഴ്ച രാവിലെ ഇല്ല, ഉച്ചയ്ക്ക് ശേഷം ഗണിതം. പിന്നെ 23-ാം തീയതിയാണ് എക്സാം വരുന്നത്. 23-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മലയാളം സെക്കൻഡ്. 23-ാം തീയതി വരുന്ന എക്സാമുകളെല്ലാം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. 23-ാം തീയതി നിങ്ങളുടെ ലാസ്റ്റ് എക്സാമാണ്. അത് എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് ടൈം ടേബിൾ അലോട്ട് ചെയ്തിരിക്കുന്നത്, മലയാളം സെക്കൻഡ്. പിന്നെ നിങ്ങൾക്ക് വായിക്കാനുള്ള ഇവിടെ തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് 2 മണിക്കൂർ ദൈർഘ്യം ഉണ്ടായിരിക്കും. പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 10:15 വരെയും ഉച്ചയ്ക്ക് 1:30 മുതൽ 1:45 വരെയും കൂൾ ഓഫ് ടൈം നൽകേണ്ടതാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പരീക്ഷ 2 മുതൽ 4:15 വരെ ആയിരിക്കും. 2 മുതൽ 2:15 വരെ കൂൾ ഓഫ് ടൈം. 1-2 ക്ലാസ്സുകളിൽ പരീക്ഷയുടെ സമയദൈർഘ്യം നൽകിയിട്ടില്ല. പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മൂല്യനിർണ്ണയം അവസാനിപ്പിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഹൈസ്കൂളിൻ്റെ നോക്കാം. ഹൈസ്കൂളിൻ്റെ 8, 9, 10 ഹൈസ്കൂള്. ഹൈസ്കൂൾ 8-ാം ക്ലാസ്സിൻ്റെ സമയം ആദ്യം പറയാം. 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെ തന്നെയാണ് എക്സാം വരുന്നത്. 8-ാം ക്ലാസ്സിന് തിങ്കളാഴ്ച രാവിലെ എക്സാം ഇല്ല. ഉച്ചയ്ക്ക് ശേഷം 1-ാം ഭാഷ പേപ്പർ 1 ആണ് മലയാളം. അതിനുശേഷം 16-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് വരുന്നുണ്ട്. പിന്നെ 17-ാം തീയതി രാവിലെ കലാകായിക പ്രവൃത്തി പരിചയം, ഉച്ചയ്ക്ക് ശേഷം ഹിന്ദി. അപ്പോൾ 17-ാം തീയതി ബുധനാഴ്ച ഹിന്ദി എക്സാം ഉച്ചയ്ക്ക് ശേഷമാണ്. 18-ാം തീയതി വ്യാഴാഴ്ച സാമൂഹ്യശാസ്ത്രം ഉച്ചയ്ക്ക് ശേഷമാണ്. 19, 12 അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്. മലയാളം 2 1-ാം ഭാഷ പേപ്പർ 2 വരുന്നുണ്ട്. അതും ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ്. 22-ാം തീയതി തിങ്കളാഴ്ച 21, 22 ഇല്ല. 20, 21 ഇല്ല. 22-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അടിസ്ഥാന ശാസ്ത്രം. പിന്നെ നമുക്ക് ലാസ്റ്റ് എക്സാം വരുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് എക്സാം കേട്ടോ. 8-ാം ക്ലാസ്സിന് ചൊവ്വാഴ്ച ലാസ്റ്റ് എക്സാം രാവിലെ ഗണിതം. 10 മുതൽ 11:45 വരെയാണ് സമയം. ഗണിതമാണ്. ഇനി 9-ാം ക്ലാസ്സിനാണെങ്കിൽ തിങ്കളാഴ്ച 15-ാം തീയതി തന്നെ എക്സാം തുടങ്ങുന്നു. രാവിലെയാണ് എക്സാം. സാമൂഹ്യ ശാസ്ത്രമാണ്. ഉച്ചയ്ക്ക് ശേഷം എക്സാം ഇല്ല. 16-ാം തീയതി രാവിലെ ഹിന്ദി. ഉച്ചയ്ക്ക് ശേഷം 1-ാം ഭാഷ പേപ്പർ 1 മലയാളം 1 ആണ്. 17-ാം തീയതി ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ, കലാ കായിക പ്രവൃത്തി പരിചയം. 17 കഴിഞ്ഞാൽ 18-ന് രാവിലെ ഗണിതമാണ് 9-ാം ക്ലാസ്സിന്. 19-ാം തീയതി വെള്ളിയാഴ്ച 2 എക്സാമാണ് 9-ാം ക്ലാസ്സുകാർക്ക്, കെമിസ്ട്രിയും ഫിസിക്സും.
22-ാം തീയതി തിങ്കളാഴ്ച ഇംഗ്ലീഷ്, ബയോളജി 2 എക്സാം തന്നെയാണ്. 23-ാം തീയതി ഒരു എക്സാമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം 1-ാം ഭാഷ പേപ്പർ 2 മലയാളം സെക്കൻഡ്. ഓക്കെ, 23-ാം തീയതി കേട്ടോ ലാസ്റ്റ് എക്സാം 9ാം ക്ലാസ്സിന് മലയാളം സെക്കൻഡ് ആണ്. ഇനി 10ാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ 15-ാം തീയതി തുടങ്ങുന്നു. 2 എക്സാമാണ് ഫസ്റ്റ് ദിവസം തന്നെ. ആദ്യത്തെ എക്സാം ഗണിതമാണ് രാവിലെ. ഉച്ചയ്ക്ക് ശേഷം 1-ാം ഭാഷ പേപ്പർ 1 മലയാളം 1. ഓക്കെ, 16-ാം തീയതി ചൊവ്വാഴ്ച ഒറ്റ എക്സാമേ ഉള്ളൂ, ഇംഗ്ലീഷാണ്. 10 to 12:45 വരെയാണ് കേട്ടോ. ഈ 10ാം ക്ലാസ്സുകാരുടെ സമയം വ്യത്യാസമുണ്ട്, അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കണം, നോക്കുക. ഇംഗ്ലീഷാണ് 10 മുതൽ 12:45 വരെയാണ് കേട്ടോ. പിന്നെ 17, 12 ബുധനാഴ്ച എക്സാം ഉണ്ട്. ഒരു എക്സാമേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം 1-ാം ഭാഷ പേപ്പർ 2 മലയാളം സെക്കൻഡ്. 18-ാം തീയതി എക്സാം ഉണ്ട്. 2 എക്സാമാണ് 10ാം ക്ലാസ്സുകാർക്ക്. വ്യാഴാഴ്ച 18-ാം തീയതി ഹിന്ദി ഉണ്ട്. 10 to 11:45 ഹിന്ദിക്ക് കൊടുത്തിരിക്കുന്ന സമയം. പിന്നെ ബയോളജിയും ഉണ്ട്. പിന്നെ 19-ാം തീയതിയുള്ള എക്സാം എന്ന് പറയുന്നത് 19-ാം തീയതി വെള്ളിയാഴ്ച ഒരു എക്സാമേ ഉള്ളൂ, ഫിസിക്സ് മാത്രം. പിന്നെ 22-ാം തീയതി തിങ്കളാഴ്ചയാണ്. 19 കഴിഞ്ഞാൽ 20, 21 എക്സാമുകളില്ല. 22-ാം തീയതി തിങ്കളാഴ്ച രാവിലെ കെമിസ്ട്രി എക്സാം 10 to 11:45 വരെ, 10ാം ക്ലാസ്സിനാണിത്. പിന്നെ 23-ാം തീയതി രാവിലെ സാമൂഹ്യ ശാസ്ത്രം 10 to 12:45 വരെ. അപ്പോൾ ഇത്രയുമാണ് ഹൈസ്കൂളിൻ്റെ ടൈം ടേബിൾ വരുന്നത്. എല്ലാവർക്കും 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെയാണ് എക്സാമുകൾ നടക്കുന്നത്. 7 ദിവസങ്ങളിലായിട്ടാണ് എക്സാമുകൾ കംപ്ലീറ്റ് ആവുക കേട്ടോ. അപ്പോൾ കൂൾ ഓഫ് ടൈം ചേർന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പരീക്ഷയുടെ സമയം. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പരീക്ഷ 2 മുതൽ 3:45 വരെ ആയിരിക്കും. 2 മുതൽ 2:15 വരെ കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ, അർദ്ധവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ, സമയവിവര പട്ടിക കേട്ടോ. തുടർന്ന് നമ്മൾ എക്സാമിനോട് ബന്ധപ്പെട്ട് മോഡൽ എക്സാമുകളും ആൻസേഴ്സും എല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.